കാട്ടാനാക്രമണത്തിൽ മരിച്ച വനംവകുപ്പ് വാച്ചർ ശക്തിവേലിന്റെ ഇളയ മകൾക്ക് വനംവകുപ്പിൽ ജോലി നൽകാൻ സർക്കാർ തീരുമാനം. ശക്തിവേലിന്റെ വേർപാട് തീരാ ദുഃഖത്തിലാക്കിയ കുടുംബത്തിന് ആശ്വാസം നൽകുന്നതാണ് നടപടി. ശക്തിവേലിനെ ഏറെ ഇഷ്ടപ്പെട്ട വനംവകുപ്പിൽ തന്നെ മകൾക്ക് ജോലി ലഭിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് ശക്തിവേലിന്റെ ഭാര്യ ശാന്തി കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. സംഭവിച്ച നഷ്ടത്തിന് പകരമാവില്ലെങ്കിലും ശക്തിവേലിന്റെ കുടുംബത്തിന് ആശ്വാസമാവുകയാണ് സർക്കാരിന്റെ തീരുമാനം. ആദ്യഘട്ട നഷ്ടപരിഹാര തുക കൈമാറുമ്പോഴാണ് ശക്തിയുടെ ഇളയ മകളായ രാധികയ്ക്ക് വനംവകുപ്പിൽ ജോലി നൽകുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയത്. അച്ഛന് ഇഷ്ടപ്പെട്ട ജോലി മകൾക്ക് കിട്ടുന്നതിന്റെ സന്തോഷത്തിലാണ് ഈ കുടുംബം. എന്റെ ഭർത്താവ് മരിച്ചു. എന്റെ മക്കളില് 4 മക്കളിൽ ഒരാൾക്ക് വേല കിട്ടി. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ശക്തിവേലെന്ന വനംവകുപ്പ് ജീവനക്കാരന്റെ ജീവനും ജീവിതവുമായിരുന്നു വാച്ചർ ജോലി. അതോടൊപ്പം പ്രായമായ അമ്മയും 4 പെൺമക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ കരുതലും കാവലുമായിരുന്നു ശക്തിവേൽ. ഇഷ്ടപ്പെട്ട ജോലിക്കിടയിൽ ജീവൻ നഷ്ടമായപ്പോൾ തകർന്നത് ശക്തിവേലിന്റെ കുടുംബമാണ്. കുമുദ, വനിത, പ്രിയ, രാധിക എന്നീ 4 പെൺമക്കളാണ് ശക്തിവേലിനുള്ളത്. ഇതിൽ 3 പേരുടെയും വിവാഹം കഴിഞ്ഞു. ഏറ്റവും ഇളയ മകളാണ് രാധിക. ഇനി രാധികയാണ് അമ്മയുടെയും വല്യമ്മയുടെയും കാവൽക്കാരി. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.